നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഒരു കാലത്ത് ഹാസ്യവേഷങ്ങളിലൂടെ നമ്മളെ കുടുകുടാ ചിരിപ്പിച്ച ഇന്ന് തിയേറ്ററുകളിൽ നമ്മളെ പൊട്ടിക്കറിയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മറ്റാരുമല്ല, ആക്ടർ ബിജുക്കുട്ടനാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ വിഷു ആണ്. ഈ വിഷുവിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇരട്ടി മധുരമാണ് അല്ലെ? വാഴ 2 അത്യധികം വിജയകരമായി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ, അത് സന്തോഷമാണ്. കാരണം എല്ലാ വിഷുവും ഇപ്പൊ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ നേരത്തെ ഒരു 5 വർഷത്തിന് മുമ്പ് എനിക്ക് തോന്നുന്നു എല്ലാ വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനൊക്കെ സിനിമ ഇറങ്ങുമായിരുന്നു. തന്നെ കുറച്ചാളായിട്ട് ഗ്യാപ്പ് ഉണ്ടല്ലോ സിനിമക്ക്. പക്ഷെ അങ്ങനെ ഇറങ്ങിയാലും സന്തോഷമൊക്കെയാണ്. പക്ഷെ അതൊരു എല്ലാവരും കാണുന്ന പോലെ കോമഡി കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഈ വിഷുവിന് ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം അത് എന്താണ്, അത് സിനിമ കാണുമ്പോൾ കരഞ്ഞോ പോലെ. സിനിമ കണ്ടിട്ട് ഫാമിലി ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ കേട്ടൊരു കാര്യം, മോള് ഭയങ്കര കുറച്ചധികം മിണ്ടാതെ പോയൊരു നിശ്ചലമായ നിമിഷം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കൂട്ട് നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാൻ പാടില്ല. നമ്മൾ ഇങ്ങനെ എല്ലാ കലാകാരന്മാർക്കും ഉണ്ടല്ല, കലാകാരികൾക്കുണ്ടൊരു എന്താണ് ഒരു ക്യാരക്ടർ റോള് ചെയ്യണം, അല്ലെങ്കിൽ ഇത്തിരി സങ്കടപ്പെടുത്തുന്ന ഒക്കെ ഉള്ള റോളുകൾ ചെയ്യണമെന്ന്. പക്ഷെ നമ്മളത് ആരോടും പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയ. ഞാനങ്ങനെ ആരോടും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ കിട്ടുമോ ഇല്ല എന്നൊക്കെ ഒരു സംശയമുള്ള. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് മോളൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം കരഞ്ഞ് അതാണ് അങ്ങനെ പെട്ടെന്നൊരു ഇതായിപ്പോയി. നേരത്തെ ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് അറിയാം. കുറച്ച് വാഴ 2 എന്ന് പറയുമ്പോൾ ഒരു പാരൻ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും അതിനകത്ത് കുറച്ച് സങ്കടപ്പെടാനൊക്കെ ഉണ്ടാവുമെന്നറിയാം. പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത് പിന്നെ ഞാൻ നേരത്തെ പറയാത്തത് കൊണ്ടാണ്. ഞാൻ പറയാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ എങ്ങനെയാവും ഒന്നും നമുക്കറിയാൻ പാടില്ല. പിന്നെ നമുക്ക് ഈ പറഞ്ഞുകൊണ്ട് സിനിമ റിലീസായാല പറയാൻ പറ്റുള്ളൂ. അതെ, അതാണ് നമ്മളെന്ത് പറഞ്ഞിട്ടും അങ്ങനെ കാര്യമില്ല. ഇപ്പോഴത്തെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ റിലീസായി അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഈ പടം. ഓരോ വിഷുക്കാലത്തും, പ്രത്യേകിച്ച് നമ്മളൊരു വിഷുക്കാലത്താണ്, ഓരോ വിഷുക്കാലത്തും നമ്മുടെ ഫീഡിൽ വരുന്ന ഒരു വിഷ്വലുണ്ടല്ലേ, പടക്കം പൊട്ടിച്ച് വീണു പോകുന്ന ആ ഒരു അച്ഛന്റെ ആ ഒരു ചിത്രം. അന്ന് നമ്മൾ ഇതെല്ലാം കണ്ട് ചിരിച്ചിരുന്നു കുറച്ച് പേരെങ്കിലും. പക്ഷെ ഇന്ന് അതിന്റെ ആ ഒരു ഡയമെൻഷൻ തന്നെ മാറിയിരിക്കുകയാണ്. ഭയങ്കര മാറിപ്പോയി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ചിരിച്ചാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അടുത്തിരിക്കണവൻ പിടിച്ച് അടിക്കും, എന്താണെന്ന് ചോദിക്കും. പക്ഷെ ആരും ചിരിക്കൂല. അത്രക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ഈ വിപിൻ ദാസിൻ്റെയും അതുപോലെ തന്നെ സവിൻ്റെയും ഒരു മാജിക്കാണത്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ കരുതിയത് ഇത് എവിടെയോ കോമഡി എലമെൻറ്റിന് വേണ്ടിയിട്ട് സോങ്ങിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുമല്ല, അതിന് വേണ്ടിയാണ്. സോങ് ഒരുപാട് 10 സോങ്ങും 9 മ്യൂസിക് ഡയറക്ടേഴ്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനകത്തൊക്കെ ആഡ് ചെയ്യാനായിരിക്കുള്ളൂ ഈ ഒരു സീക്വൻസ് എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു നമ്മുടെ ഈ പറഞ്ഞൊരു കൊച്ചു വന്ന് കെട്ടിപ്പിടിക്കുന്നതും കരയുന്നതുമായ സംഭവം എടുത്തപ്പോൾ അതും ഞാൻ ഇങ്ങനെ അത് മെർജ് ചെയ്ത് വരുമെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. അത് വേറൊരു പോർഷൻ, ഇതൊരു വേറൊരു പോർഷൻ ആണെന്നാണ് കരുതിയത്. പിന്നെ ഞാൻ ട്രailer കണ്ടപ്പോഴും എനിക്കറിയില്ല ഇത് എവിടെയാണ് ഇവർ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്ലേസ് ചെയ്യണമെന്ന് നമുക്കറിയാൻ പാടില്ല. ട്രailer കണ്ടപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം ഇങ്ങനൊരു സാധനം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ആവശ്യമില്ല. പിന്നെ അവരോടൊന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കാരണം അവരുടെ മനസ്സിലാണ് സിനിമ. അവരോടൊന്നും ചോദിക്കണ്ട, അതെന്താണ് അങ്ങനെ വന്നതെന്ന് ചോദിക്കണ്ട. അവർക്ക് കറക്റ്റ് അറിയാം ചെയ്യാനായിട്ട്. അപ്പം ഞാൻ കരുതി ഇനിയിപ്പോൾ ഇത്ര ചെറിയൊരു ട്രailerൽ നമ്മൾ അത്ര ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്തോ ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലായി. അല്ല, മുറിവ് അങ്ങനെയല്ല. ഈ ഒരു ചെറിയ നമ്മൾ അഭിനയിച്ചല്ലേ വീണത്. മറ്റേ ചേട്ടന് ഒറിജിനൽ വീണല്ല. പക്ഷെ നമുക്ക് അപ്പോൾ ഈ ഒന്നാമത് മഴ പെയ്യണ്, പിന്നെ ലൈറ്റ് പോയി. അപ്പോൾ അങ്ങനെ സിനിമ ഈ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഷോട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അവിടെ വെച്ച് അത് ചെയ്യൂല. കാരണം അത് സിനിമക്ക് എനിക്ക് തോന്നുന്നത് കരഞ്ഞു പോകുന്ന ഒരു സീൻ അവിടെ തൊട്ടാണെന്ന് തോന്നുന്നത്. അവിടെ തൊട്ടല്ല, അതിനകത്ത് അത് കാണിക്കുമ്പോഴേക്കും എന്തായാലും ഉരുണ്ട് കണ്ണിൽ വെള്ളം വന്ന ആൾക്കാർക്ക് ഉരുണ്ട് നിലത്തേക്ക് വെള്ളം വീഴുന്ന രീതിയിൽ ആവും. പക്ഷെ അത്രയ്ക്കൊന്ന് ഭയങ്കരമായിട്ടുള്ളൊരു സീക്വൻസാണ് ഇതെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞെങ്കിൽ നമുക്ക് വേറൊരു ദിവസം ചെയ്യാമെന്നേ പറയുള്ളൂ. പക്ഷെ അതൊക്കെ അവർ കൂളായിട്ടാണ് ചെയ്തിരുന്നത്. പറ്റൂല. നമ്മള് സർപ്രൈസ് വെച്ചത് കൊണ്ട് തന്നെയാണ് ചേട്ടൻ. തീർച്ചയായിട്ടും അതെനിക്ക് തോന്നുന്നുണ്ടല്ല. ഈ എന്നെ ഇതിനെ വിളിക്കുമ്പോൾ തന്നെയും ചേട്ടാ വാഴ 2 ചേട്ടനൊരു വേഷമുണ്ട്, ചേട്ടൻ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു ചെയ്യാം. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് പറഞ്ഞാൽ അത് പാരൻ്റായിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് രണ്ടാമതൊരു സാധനം വരുമ്പോൾ ആദ്യത്തെ ഫസ്റ്റിലെ നായകനും നായികയും അതുപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. പിന്നെ അതിനകത്ത് വേറൊരു കുട്ടിയുടെ പാരൻ്റായിട്ടൊക്കെ വരാനായിരിക്കുള്ളൂ. പക്ഷേ ഈ ഒരു സാധനത്തിൽ ഈ ഒരു 4 പേരുടെ ഒരു അച്ഛനാണെന്ന് ഞാൻ കരുതിയില്ല. എന്നിട്ടും അവർ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയാണ്ട്, ചേട്ടാ അറിയാലോ വാഴ ഫസ്റ്റ് കണ്ടില്ലേ, അതേപോലത്തെ ഒരു പാരൻ്റാണ്ടാ ചതിച്ച. അതൊന്നും ഇല്ലായിരുന്നു. സിനിമ റിലീസായപ്പോഴാണ് എന്നെ ബിബിൻ വിളിക്കുന്നത്, ചേട്ടാ എങ്ങനെയുണ്ട് സിനിമ?
ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താണ് കാണിച്ചു വെച്ചേക്കണം. ഒരു വാക്ക് പറയണ്ടായിരുന്നില്ലേ? അതെ, അല്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്നാൽ ഇത്ര കോടി മുടക്കുന്ന സിനിമയാണ് 100 ചില്ലാൻ ദിവസം, അല്ല 100 ചില്ലാൻ ദിവസം ഷൂട്ട് ചെയ്ത സിനിമയാണ്. നേരത്തെ പ്ലാനിങ് അങ്ങനെ തന്നെയായിരുന്നു, അല്ലാണ്ട് നമുക്ക് ഒരു 50 ദിവസം പണ്ട് 100 ദിവസം ആയിപ്പോയതല്ല. അത് പ്ലാൻഡ് ആയിരുന്നു. 10 ദിവസം 20 ദിവസം 5 ദിവസം കൊണ്ട് 105 ദിവസം കൊണ്ട് തീർത്തുന്നതാണ്. പിന്നെ ഇത്ര കോടി രൂപ, ഇത്ര നമ്മുടെ വേറെ വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്യണ സിനിമ. അപ്പോൾ അത് വെച്ചൊക്കെ നോക്കുമ്പോൾ വേറെ ഏതെങ്കിലും പ്രൊഡ്യൂസറോ സംവിധായകനോ സ്ക്രിപ്റ്റ് റൈറ്ററോ ഒക്കെ ആണെങ്കിൽ അറിയാമല്ല എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും രസമായിട്ട് ചെയ്യാനൊക്കെ പറ്റൂല എന്ന് തോന്നുന്നു. കാരണം ഒന്നാമത് നമുക്ക് കോമഡി ആണെങ്കിലോ അതായിട്ടേ കുഴപ്പമില്ലാന്നേ എന്ന് പറയാം. പക്ഷേ നമുക്കിത് ചെയ്യാത്തൊരു കാര്യം, പിന്നെ തമാശ ചെയ്യുന്നവർക്ക് എല്ലാം ചെയ്യാന്നൊക്കെ പറയണ്, ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഹ്യൂമറിൽ നിന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ചേട്ടൻ 20 വർഷം പൂർത്തിയാക്കാണെന്ന് തോന്നുന്നു ഈ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെ? അപ്പോൾ ഒരു ഇത്രയും കാലഘട്ടത്തിൽ ഒരു ഹ്യൂമർ മലയാളികൾ ചിരിപ്പിച്ചിരുന്ന ഒരു വ്യക്തി ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ കരയിപ്പിക്കുന്ന ഒരു വ്യക്തിയായി മാറിയപ്പോൾ അതിലൊരു ഇച്ചിരി കാലം എടുത്തോ ശരിക്കും പറഞ്ഞാൽ? അങ്ങനെ പ്രതീക്ഷിച്ചൊരു വേഷം കിട്ടാനായില്ല. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ കൂടെ സിനിമ വരണമെന്നില്ല. നമ്മളിപ്പോൾ വിചാരിക്കണ പോലെ തന്നെ നമ്മുടെ കൂടെ സിനിമ എങ്ങനെ സഞ്ചരിക്കുന്നു, നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവുക. നമുക്ക് എപ്പോൾ വന്നാലും ചെയ്യാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പ് നമുക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ അത് പരീക്ഷിക്കാനുള്ളൊരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ നടന്മാർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള, ഇപ്പം നമ്മുടെ അച്ഛൻ വലിയ ആളാണെങ്കിൽ നമുക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാം, എന്തായാലും നായകനാക്കിയിട്ടോ വില്ലനാക്കിയിട്ടോ. അങ്ങനെയൊന്നും നമുക്ക് പറ്റൂല, വരണ്ടേ. അപ്പോൾ വരാൻ എനിക്ക് തോന്നുന്നത് കലാകാരന്മാർക്കും കലാകാരികൾക്കും അങ്ങനെ തന്നെയാണ്. ഒരുപാട് നാളും കാത്തിരുന്നിട്ട് അങ്ങനെ വരുമ്പോഴാണ് നല്ല സാധനങ്ങൾ കിട്ടുന്നത്. ഉണ്ടാവും. ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ടെൻഷനോ കാര്യങ്ങളോ നമുക്ക് ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നത് ആ ടെൻഷനൊക്കെ ഇല്ലാണ്ടാവുന്നത് എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സിൽ നമ്മുടെ ചാനലിൽ ഞാൻ എപ്പോഴും എനിക്ക് പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ. കാരണം നമ്മുടെ എന്തായാലും എന്തൊക്കെ പ്രോഗ്രാം പുതിയത് വന്നാലും ഫ്ലവേഴ്സിൽ നമുക്കൊരു സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാനൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോകണം. ഞാൻ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നു ഏറ്റവും കൂടുതൽ ശമ്പളം തന്നാക്കണം ശ്രീകണ്ഠ സാറാണ്. നമ്മുടെ സിനിമയുടെ കഥ പറഞ്ഞില്ല, ഒരു അച്ഛൻ മകൻ ബോണ്ട്. ഈ സിനിമ കണ്ടിട്ട് അങ്ങനെ ഒരു വൈകാരികമായ കോഴ്സൊക്കെ വരിക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഒക്കെ? ഇപ്പം നമ്മളെ വിളിക്കുന്ന ആളുകൾ മൊത്തം എനിക്ക് തോന്നുന്നു നമ്മുടെ കൂട്ടുകാരന്മാരിലുപരി നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നമ്മുടെ നമ്പറില്ലാത്ത സിനിമ കണ്ടവർ നമ്പറൊക്കെ എവിടെ നിന്നൊക്കെ ഒപ്പിച്ച് വിളിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സങ്കടകരമായിട്ട് നന്നായിട്ടുണ്ട് എങ്കിൽ പറയുന്നതും കരയിപ്പിച്ച് കളഞ്ഞ് ഭയങ്കര ഇഷ്ടം തോന്നിയിരുന്ന് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു സാധനം ഇത്ര ഇതായിട്ട് നമ്മൾ വിളിച്ചു പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു സാധനമാണ്, പക്ഷെ ഇത്രക്ക് ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ളത് ഓരോരുത്തർ വിളിക്കുമ്പോഴാണ് അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് തോന്നി. അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ അമ്മമാരുമായിട്ടൊരു ബോണ്ട് ഉണ്ടാവും, പക്ഷെ അച്ഛന്മാർ സ്നേഹം അങ്ങനെ പറയത്തില്ല, അവരത്ര എക്സ്പ്രസീവ് അല്ല. പക്ഷെ കുറവാണ് അങ്ങനെ ഒരു കമ്പാരിസൺ. അച്ഛന്മാരെല്ലാവർക്കും അറിയാമല്ലേ, എപ്പോഴും പറഞ്ഞുവിട്ട് എപ്പോഴും ടെൻഷനും കാര്യങ്ങളും ജോലി. ഇപ്പോൾ വലിയ ജോലിക്കാരായാലും നമുക്കിപ്പോൾ ചെറിയ നാട്ടിലെ പണിയെടുക്കുന്ന കൂലിപ്പണിക്കാരായാലും അതിൻ്റേതായ ടെൻഷൻ ഉണ്ട്. കാലത്ത് തന്നെ പോവുക, ഓഫീസായാലും അല്ലെങ്കിൽ ബിസിനസ് ആയാലും വൈകിട്ട് കയറി വരിക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സന്തോഷിക്കാനൊന്നും ചിലപ്പോൾ പുള്ളിക്ക് നേരം ഉണ്ടാവില്ല. എൻ്റെ അച്ഛനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. കാരണം രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ അച്ഛൻ വൈകിട്ട് വരുന്നത് അച്ഛൻ അരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാണ്. അപ്പോൾ നമുക്ക് അച്ഛനോട് ചിലപ്പോൾ നമ്മൾ 4 മണിയൊക്കെ ഇട്ട് പിന്നെ ഫ്രീ ആണ് സ്കൂളൊക്കെ കഴിഞ്ഞാൽ, പിന്നെ അമ്മനെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മയായിരിക്കും നമുക്ക് ഏറ്റവും വലുതാണ്. പക്ഷേ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛനും അമ്മയും ഒരേ തുല്യതയോട് സ്നേഹിക്കണതാണ്. അല്ലെങ്കിൽ അമ്മ 10 മാസം ചുവന്ന് പ്രസവിച്ചു എന്ന് എഴുതിയിട്ട് അമ്മക്ക് ഒരു 5 മാർക്ക് കൂടുതൽ അങ്ങനെയൊന്നുമില്ല. അച്ഛനും അമ്മയും ഞാൻ ഒരേപോലെ. ഞാൻ ആദ്യം അച്ഛനമ്മ എന്നല്ല അമ്മ എപ്പോഴും പറയണം, അച്ഛൻ അമ്മ. അതുപോലെ തന്നെ ആദ്യം അച്ഛന്, അത് രണ്ടുപേർക്ക് ഈക്വലാണത്. അത് ഞാൻ അങ്ങനെയാണ്, മിക്കവരും അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ഈ സ്നേഹം കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ട് എപ്പോഴും അമ്മനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, അച്ഛനല്ലേ ഇല്ലാത്തത് വീട്ടിൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. അച്ഛന്മാരെല്ലാം പാവം പിടിച്ച ആൾക്കാരാണ്. വിഷുക്കാലമാണ്. എന്താണ് ഒരു വിഷുവിന് എങ്ങനെയാണ് ശരിക്കും ഒരു റൊട്ടീനൊക്കെ നന്നായിട്ട് ആഘോഷിക്കാറുണ്ടോ? എന്തൊക്കെയാ വിഷു വിശേഷങ്ങൾ? സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് നമ്മൾ വിഷു നന്നായിട്ട് ആഘോഷിക്കുകയാണ്. കുറേ 10 കൂട്ടം കറികളൊക്കെ ഒന്നുമില്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ വിഷു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂട്ടുകാരന്മാരും എല്ലാവരും കൂടി വിഷുക്കണി വെക്കുക, അല്ലെങ്കിൽ ക്രിസ്തുമസിനാണെങ്കിൽ കരോളിന് പോവുക, ഓണത്തിനാണെങ്കിൽ ഞങ്ങളുടെ അവിടെയൊക്കെ പൂക്കൾ ഇട്ടിട്ട് ഈ അട വെക്കണ ഒരു പരിപാടി, കഴിക്കണ അടയില്ലേ അത് വെക്കണം. അപ്പം അത് ഒരപ്പുറത്തെ വീട്ടിൽ പോയി നമുക്ക് എടുത്തുകൊണ്ട് ഓടായൊക്കെ ചെയ്യാം. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. അത് വിഷുവിന് കൃഷ്ണന്റെ വേഷം ധരിച്ചല്ല, കൃഷ്ണന്റെ പ്രതിമ 2-3 പ്രാവശ്യം എന്നെ കണ്ടിട്ട് പിന്നെ പഞ്ചായത്തിൽ കയറാൻ പറ്റിയിട്ടില്ല. കൃഷ്ണനായിട്ട് പോയിട്ട് പെട്ടെന്ന് എന്നെ കണ്ടിട്ട് അങ്ങനെ നിൽക്കൂല. അത് സിനിമയിലൊക്കെ വെറുതെ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൊരു
എന്താണ് ഒരു പ്രതിമ അല്ലെങ്കിൽ സ്റ്റാച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെയാണ് കൊണ്ടുവന്നിട്ട് വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ട് വാതിൽ തുറക്കാം എന്താ ഒരു ഒച്ച ഉണ്ടാക്കും നമ്മൾ പാട്ടൊക്കെ പാടി. അപ്പോൾ തുറക്കുമ്പോൾ കത്തി അങ്ങനെ വെളിച്ചം. പാട്ട് പറഞ്ഞപ്പോഴാണ് ബിജു ചേട്ടൻ കുറച്ച് പാട്ടൊക്കെ പാടുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് പാട്ട് പാട്ടൊക്കെ പാടുന്ന എന്റെ പൊന്നെ കൊല്ലല്ലേട്ടല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചേട്ടന് വേണ്ടിയിട്ട് നമുക്ക് വെച്ചിട്ടുള്ള കുഞ്ഞൊരു സർപ്രൈസ് ഉണ്ട്. ചേട്ടാ വിഷു ആയിട്ട് ഞാനും രശ്മിയും കൂട്ടിയിട്ട് കുറച്ചൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ കരുതി എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒന്ന് എടുക്കാം അല്ലേ ചേട്ടാ? ദൈവമേ, ഇത് മൊത്തം ഇംഗ്ലീഷാണ്. ഇഫ് യു ഗോട്ട് അതായത് വേറൊന്നുമല്ല, ലൈഫിൽ ഒരു എനിമൽ ആയിട്ട് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഏത് എനിമലിനെ ചൂസ് ചെയ്യും എന്നുള്ളൊരു കാര്യം. ഏത് മൃഗമായിട്ട് ജനിക്കാൻ അങ്ങനെ ഒരു ചാൻസ് സിമ്പിളി പറഞ്ഞ എനിക്ക് മറ്റേ ഇതായിട്ട് മതി. ഈ എന്താണ് ഈ മുയലൊക്കെ ഉള്ളില്ലേ, മുയൽ. എന്തുകൊണ്ട്? അല്ല, എന്റെ സ്വഭാവം കൊണ്ട് അത് മുയലൊക്കെയാണ് ഏറ്റവും പാവം. അങ്ങനെ ആരെ ഉപദ്രവിക്കാണ്ടൊക്കെ പോകണം. അത് തന്നെയല്ലേ ഈ പുലിയൊക്കെ ആയിട്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ആൾക്കാരെ അടുക്കൂല. ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി വെള്ളം തരൂല. ഒരു പൂച്ചയും കുഞ്ഞ് എലിയും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മുയിലൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾ കിടന്നു കഴിഞ്ഞാൽ അതിനടുത്തൊന്നും സൈഡിലേക്കെങ്കിലും മാറ്റി വെക്കും. പുലിയാണെങ്കിൽ വരൂല. സിംഹം ഒന്ന് പറഞ്ഞാക്കല്ലേട്ടാ. ഒരെണ്ണം കൂടെ എടുക്കാം അല്ലേ ചേട്ടാ? ഒരെണ്ണം കൂടെ നമുക്ക് എടുക്കാം. ഇത് ഇംഗ്ലീഷാണോ അത്? അയ്യോ സോറി, മലയാളമാണ് വായിക്കാൻ പറ്റില്ല. സിനിമ എന്നത് എനിക്ക് ഡാഷ്. സിനിമ എന്നത് എനിക്ക് ജീവിതമാണ്. ജീവിതമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സിനിമയിലോട്ട് തന്നെ വരാം. ഒരു അവസാനത്തെ ഒരു ചോദ്യമാണ്. ഈ വാഴ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ആ ഒരു ആശ്രികാലൻ അവരൊക്കെ ആയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ ഒക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു? അവര് എനിക്ക് തോന്നുന്നു അവര് അങ്ങനെ വലിയൊരു എന്താ പറയണത് വലിയൊരു വെയിറ്റ് ഉള്ള ആൾക്കാരോ അങ്ങനെ ഇങ്ങനെയൊന്നുമല്ല. ഞാൻ ആദ്യം കരുതിയത് ഞാൻ അച്ഛനായിട്ട് അഭിനയിക്കണോണ്ട് വിനായക് വന്നിട്ട് അച്ഛൻ്റെ മോൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരെൻ്റെ കൂടെയാണല്ലോ കൂട്ടുകാരന്മാരും. ഈ എൻ്റെ മോനും കൂട്ടുകാരന്മാരും എൻ്റെ വീട്ടിലാണ് അവർ കുടിക്കണതും കിടക്കണതൊക്കെ അല്ല. അപ്പോൾ ഒരു അച്ഛൻ്റെ ഫീല് അല്ലെങ്കിൽ മക്കളുടെ ഫീല് കിട്ടാൻ വേണ്ടി അഭിനയിക്കണമായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. കാരണം എന്നെ കാണുമ്പോൾ എഴുന്നേറ്റിരിക്കുക, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ ഇരിക്കട്ടാ എനിക്ക് സീറ്റ് തന്നിട്ടൊക്കെ ഇരിക്കുക, പിന്നെ ഒരു നമ്മുടെ ഒരു അണ്ടറിൽ നിന്ന് സംസാരിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ കരുതുന്നത് ഒരു ക്യാരക്ടറായിട്ട് മാറുമല്ലോ നമ്മൾ. അപ്പോൾ അതായിരിക്കുമെന്ന് കരുതി. ഇപ്പോൾ ഡബ്ബിങ്ങിന് പോയപ്പോൾ ഞാൻ കണ്ടു ഡബ്ബിങ്ങിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോഴും ഞാൻ കരുതി ചിലപ്പോൾ ഞാൻ ഒരു വോയിസ് മോഡുലേഷൻ കിട്ടാൻ വേണ്ടിയായിരിക്കും അങ്ങനെയൊക്കെ കരുതി. ഇപ്പോൾ എന്താ തിയേറ്റർ വിസിറ്റിങ്ങിന് വന്നപ്പോൾ അങ്ങനെ തന്നെ. അപ്പോൾ എനിക്ക് തോന്നി അവർ എപ്പോഴും അങ്ങനെ തന്നെ പാവമായിട്ട് തന്നെ അങ്ങനെ തന്നെ ഉണ്ടോ. ഞാൻ തമാശക്ക് പറഞ്ഞാൽ എപ്പോഴും അങ്ങനെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇനിയിപ്പോൾ അടുത്ത സിനിമയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ചേട്ടനോ വന്നിട്ടോ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ അവര് പാവങ്ങളാണ് ഉണ്ടായത്. ഒരു ചോദ്യം കൂടെ, വിനായകന്റെ അച്ഛനും അതുപോലെ ബിജു ചേട്ടന്റെ മക്കൾക്കുള്ള ഒരു അച്ഛനുണ്ടല്ലോ, ആ ഒരു കണക്ഷൻ എങ്ങനെയാ? അതായത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നത് ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. അങ്ങനെ ഞാൻ വീട്ടിൽ അങ്ങനെ വലിയ കടമ്പിടുത്തക്കാരനോ അങ്ങനെ ഒന്നുമല്ല. അങ്ങനെയല്ല ഇപ്പോഴത്തെ അച്ഛന്മാരെല്ലാം അങ്ങനെ പണ്ടത്തെ പോലെ അങ്ങനെയൊന്നുമല്ല. ഇപ്പം എല്ലാം കൂൾ മൈൻഡുള്ള അച്ഛന്മാരാണ്. ആ മക്കളെ കൊണ്ടൊക്കെ എല്ലായിടത്തും പോവുക, വൈഫൊക്കെ ആയിട്ട്. നേരത്തെയൊക്കെയാണെന്ന് തോന്നുന്നത് ഈ ഓണത്തിനും വിഷുവിനൊക്കെ മാത്രമേ ഇറങ്ങുള്ളൂ. ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ പുറത്തിറങ്ങിയില്ലെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അവർ തന്നെ പിടിച്ചിടിക്കും നമ്മളെ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ. അപ്പോൾ ഏതായാലും അതിനൊരു സിമിലാരിറ്റി ഉണ്ട്. കാരണം അതും ഇതുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അങ്ങനെ സ്നേഹിക്കുന്ന അച്ഛനാണ്, അവരും നമ്മളെ സ്നേഹിക്കുന്നവരാണ്. ഇനി അവരെ കാണുമ്പോൾ അവരോടും ചോദിച്ചു നോക്കട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഹാപ്പി വിഷു. 24 എല്ലാവർക്കും, പിന്നെ ഫ്ലവേഴ്സ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു ചേട്ടാ. ഹാപ്പി വിഷു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.